JL ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിയാണേ. ഇന്ന് ഇവിടെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് അല്ലേ. ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ചക്കച്ചുള നന്നാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരുവും എടുത്തിട്ടുണ്ട്. ആദ്യം ചക്കക്കുരു നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ചക്കക്കുരു പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ തോല് മാറ്റാൻ പറ്റും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കർ തണുത്തതിന് ശേഷം ചക്കക്കുരു എടുത്ത് ക്ലീൻ ചെയ്ത് ഒന്ന് നെടുകെ പിളർന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പറിച്ച് കഴുകി മുറിച്ച് വെച്ചിട്ടുള്ള ചക്കച്ചുളകളും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. അതായത് കൂടുതൽ വെള്ളം ആവശ്യമില്ല. കാരണം ചക്കക്കുരു നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. വലിയൊരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ഭാഗം മാറ്റി വെച്ച് നമുക്ക് വറവിടുന്നതിന് വേണ്ടി വേണം. 2 പച്ചമുളക്, കുറച്ച് കുരുമുളക്, കരിവേപ്പില, ജീരകം, തേങ്ങ ഇത്രയും നന്നായി മിക്സിയിൽ അരച്ച് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. പിന്നീട് അതിലേക്ക് വേണ്ട വറവ് തയ്യാറാക്കിയെടുക്കാം. ഒരു കടായി വച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് കടുക് പൊട്ടിച്ചെടുക്കുക. അതോടൊപ്പം കുറച്ച് വറ്റൽമുളക്, 2-3 വറ്റൽമുളക് മുറിച്ചതും, കുറച്ച് കരിവേപ്പിലയും, നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാളികേരം ചിരകിയതിൻ്റെ ഒരു ഭാഗവും ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇതിലേക്ക് ഈ വറവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള ചക്കക്കുരു, അതേപോലെ തന്നെ തേങ്ങ, ഇതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചക്കപ്പുഴുക്ക് എങ്ങനെയുണ്ട് എന്ന് കഴിച്ചു നോക്കാം. അതിനുവേണ്ടി അച്ചാർ, തൈര്, പപ്പടം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ഈ രീതിയിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കാം. ചക്കപ്പുഴുക്ക് ഇതൊക്കെയാണ് കേട്ടോ ചക്കപ്പുഴുക്കിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷുകൾ. കുറച്ച് പപ്പടം വറുത്തത്, പിന്നെ മാങ്ങാച്ചാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്വല്പം തൈര് കൂടെ ചേർക്കാം. എല്ലാം നല്ല ടേസ്റ്റാണ്. ചക്കപ്പുഴുക്കും പപ്പടവും, ചക്കപ്പുഴുക്കും അച്ചാറും, ചക്കപ്പുഴുക്കും തൈരും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചക്കപ്പുഴുക്ക് ഇനി ഒന്നുമില്ലാതെ ചക്കപ്പുഴുക്ക് മാത്രമായിട്ടും കഴിക്കാം. അതിൻ്റെ കൂടെ സൈഡ് ഡിഷൊന്നും അത്യാവശ്യമല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി.